എല്ലാ പ്രിയ രക്ഷിതാക്കൾക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നും അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയായിട്ട് എങ്ങനെ ഗൂഗിൾ ക്ലാസ് റൂമിൽ പ്രവേശിക്കാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ധാരാളം ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ധാരാളം സോഫ്റ്റ്വെയർസ് നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ അതിൽ കാണാനായിട്ട് പറ്റും. അതിൽ മുകൾ ഭാഗത്ത് സെർച്ചിൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ സോഫ്റ്റ്വെയർ അവിടെ ദൃശ്യമാവും. ഒന്നാമത് തന്നെ അവിടെ ഉണ്ട് ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ LLC എന്ന് കാണാം. അത് നമുക്ക് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളായിട്ട് വരും. ഈ സോഫ്റ്റ്വെയറിന് ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് പോലെ ഇരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. ഇത് 14.42 MB ഉള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് Gmail ID ആണോ വേണ്ടത്, അതായത് നിങ്ങൾ നേരത്തെ കുട്ടിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന Gmail ID അത് ഏതാണോ അത് ഫോണിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഏഡ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ അടിച്ച് Gmail IDയും പാസ്വേഡും ചോദിക്കും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ Gmail IDയിലൂടെ പ്രവേശിക്കാം. ഞാനിവിടെ ഓൾറെഡി ഒരു Gmail ID ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഓക്കെ കൊടുത്തപ്പം ആ Gmail IDയിലുള്ള ഗൂഗിൾ ക്ലാസ് റൂം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിവിടെ മിനിമൈസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇനി നിങ്ങളുടെ വാട്സപ്പ്, അതായത് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ക്ലാസ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നോക്കാം, ആപ്ലിക്കേഷൻസ് എടുത്തു, അതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ആ ഒരു ലിങ്ക്, ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ലിങ്ക്, ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ഇവിടെ വരും. ഓപ്പൺ വിത്ത് ക്ലാസ് റൂം ക്രോം. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ക്രോമിലൂടെയും കയറാം, ക്ലാസ് റൂമിലൂടെയും കയറാം. നമുക്ക് വളരെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ക്ലാസ് റൂമിലൂടെയാണ് നിങ്ങൾ കയറേണ്ടത്. ക്ലാസ് റൂമിലൂടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ക്ലാസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ 1B എന്ന് പറയുന്ന ക്ലാസ്സിൽ ജോയിൻ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.